സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അൽഖമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലൽ മിംബരി ഖാൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ വെച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏതൊരു കർമ്മവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഏത് കാര്യവും ഉദ്ദേശിക്കുന്നതെന്തോ അതാണ് അതിന് ലഭിക്കുക. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരെങ്കിലും അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ഹിജ്റ പോവുകയാണ് എങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അയാളുടെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കും എത്തുന്നതാണ്. വമൻ കാന ഹിജ്റതുഹു ഇലദ്ദുനിയാ യുസീബുഹാ, ഇനി ആരെങ്കിലും ദുനിയാവിലുള്ള കാര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിജ്റ പോകുന്നത് എങ്കിൽ അവിംറഅത്തിൻ യൻകിഹുഹ, അതല്ല ഏതെങ്കിലും ഒരു വനിതയെ, സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒരാൾ യാത്ര പോകുന്നത് എങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എന്താണോ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യം മാത്രമേ അവർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ വെച്ച് പറയുകയാണ്. ഈ മാസം ദുൽഹിജ്ജ മാസമാണ്. പെരുന്നാൾ കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി, ഒരാഴ്ച കൂടി കഴിയുമ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ വർഷം ഹിജ്റയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഒന്നാമത്തെ മാസം മുഹറം മാസമാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന വസ്തുതകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായിട്ട് മക്കയിൽ നിയോഗിക്കുകയാണ്. മക്കയാണ് കേന്ദ്രമായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തത്. മക്കയിൽ ഇസ്ലാമിക പ്രബോധന ദൗത്യം ആരംഭിക്കണം എന്നാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൗത്യ നിർവഹണത്തിന്റെ ഇടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്ക് ഹിജ്റ പോകുന്നത്. ഇസ്ലാമിക പ്രബോധനം, ആ പ്രബോധന ജീവിത കാലഘട്ടം ദുസ്സഹമാകുമ്പോഴാണ് ഹിജ്റ പോകാൻ വേണ്ടി അള്ളാഹു അനുവദിക്കുന്നത്. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോട്, മക്കയിലുണ്ടായിരുന്ന ജനതയോട് പറഞ്ഞിരുന്ന കാര്യം ഏകനായ സ്രഷ്ടാവിനെ ആരാധിക്കണമെന്നായിരുന്നു. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്നായിരുന്നു. അള്ളാഹുവിന് നൽകേണ്ട ആരാധനകൾ, അള്ളാഹുവിനോട് കാണിക്കേണ്ട നന്ദി, അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടുന്ന ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അള്ളാഹുവല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ, ഒരു സൃഷ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് എന്നുള്ള ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞ അടിസ്ഥാനപരമായ വിഷയമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോട് പറഞ്ഞത്. അവിടത്തേക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങിയിട്ട്, സ്വന്തം ബന്ധുക്കൾ തുടങ്ങിയിട്ട്, നാനാവിധത്തിലുള്ള പ്രയാസങ്ങളും പീഡനങ്ങളുമാണ്
അള്ളാഹുവിന്റെ റസൂലിനും സ്വഹാബികൾക്കും നേരിട്ടത്. മുഹമ്മദ്, നീ പറയുന്ന കാര്യമുണ്ടല്ലോ, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ള നിന്റെ ഈ ഒരു കാര്യം മാത്രം നീയൊന്നും മയപ്പെടുത്തിയാൽ മറ്റ് നീ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനാണ്, അൽ അമീനാണ്. എല്ലാ കാര്യങ്ങളും നിനക്ക് പറയാം. നിനക്ക് എങ്ങനെ വേണമെങ്കിലും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാം. നിനക്ക് ഈ സമൂഹത്തിൽ ആരെ വേണമെങ്കിലും ഈ നാട്ടിൽ നീ ആഗ്രഹിക്കുന്ന പെണ്ണിനെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അതുമാത്രം ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിന്റെ പരിപാടി മാത്രം നീ അവസാനിപ്പിച്ചാൽ മതി എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് ഒഴിവാക്കിയാൽ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മക്കയിൽ ജീവിക്കാമായിരുന്നു. പക്ഷെ ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള അടിസ്ഥാന വിഷയം അവിടുന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അത് പറയാൻ സമ്മതിക്കാത്തൊരു സാഹചര്യം, ഏത് വിധേനയും അള്ളാഹുവിന്റെ റസൂലിനെ കൊലപ്പെടുത്തണം എന്ന് വകവരുത്തണം എന്നുള്ള ചിന്താഗതിയുമായിട്ട് ആളുകൾ തലങ്ങും വിലങ്ങും പുറപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചില സ്വഹാബത്തിനെ അബീസീനിയയിലേക്ക്, ഇന്നത്തെ എത്യോപ്യയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മുസ്അബ് ബിൻ ഉമൈറിനെ പോലെയുള്ള സ്വഹാബത്ത് അബീസീനിയയിലേക്ക് ഹിജ്റ പോയി. അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, അവിടത്തേക്ക് വേണ്ടപ്പെട്ട ആളുകൾ താമസിക്കുന്ന ത്വായിഫ്, ആ ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. തൻ്റെ ബന്ധുക്കളാണല്ലോ, തൻ്റെ ചോരയാണല്ലോ, വേണ്ടപ്പെട്ടവരാണല്ലോ, അവർ എന്നെ സ്വീകരിക്കും, സംരക്ഷിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിരുന്നത്. പക്ഷേ ത്വായിഫിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അവിടുന്ന് ആട്ടിയോടിക്കുകയാണ്. അവിടുന്ന് ഓടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ നിൽക്കുമ്പോ അവിടത്തേക്ക് വന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് ഓടാൻ പറയും, എന്നിട്ട് കല്ലെറിയും. അങ്ങനെ ത്വായിഫിൽ നിന്നും നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓടിച്ചു വിട്ടു. അവിടുന്ന് വീണ്ടും മക്കയിൽ തന്നെ വന്നു. മക്കയിൽ വളരെ പ്രയാസകരമാണ്, ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, ആരോടും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ ഇടയ്ക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബ് എന്ന് പറയുന്ന ദേശത്ത് നിന്നും ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഏതാനും ആളുകൾ, ഒരു 10-12 ആളുകളുണ്ട്. അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കുന്നത്. അഖബ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമറിയാതെ അർദ്ധരാത്രിയിൽ ഒന്ന് കൂടിയാലോചിച്ചൊരു ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രതീക്ഷയുടെ നാമ്പുണ്ടാകുന്നത്. മക്കയിലെ പ്രയാസകരമായ ചുറ്റുപാടിൽ നിന്നും യഥ്രിബിലേക്ക് പോകാം എന്നുള്ള ഒരു ചിന്താഗതി അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലുണ്ടായി. പക്ഷേ അവിടുത്തെ മണ്ണും പാകപ്പെട്ടിട്ടില്ല. ആ വന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും ഒരുപാടൊന്നും അറിയില്ലല്ലോ, ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇസ്ലാമിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 1-2 ആളുകളെ കൂടെ അയച്ചു തരണം എന്ന് അവർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന സ്വഹാബിയും അതേപോലെ തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന സ്വഹാബിയെയും റളിയല്ലാഹു അൻഹുമാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്ക് അവരുടെ കൂടെ അയക്കുന്നത്. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് ചരിത്രം വിശേഷിപ്പിച്ചത് അവ്വലു സഫീർ എന്ന്, പ്രഥമ അംബാസഡർ. യസ്രിബിലെ ഒന്നാമത്തെ അംബാസഡറായിക്കൊണ്ടാണ് അവിടത്തേക്ക് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോകുന്നത്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അദ്ദേഹം ഖുറൈശി വംശജനായിരുന്ന ഉമൈർ ബിൻ ഹാഷിം എന്ന് പറയുന്ന വ്യക്തിയുടെയും അതേപോലെ മക്കയിലെ വലിയ ധനാഢ്യയായിരുന്ന ഖുനാസ് ബിന്ത് മാലിക് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെയും സ്ത്രീയുടെയും മകനായിട്ടാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്.
അദ്ദേഹം ആ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നത് അഅ്തറു അഹ്ലു മക്ക എന്നാണ്, അറേബ്യയുടെ സുഗന്ധം എന്നാണ്, അറേബ്യയുടെ പരിമളം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് അദ്ദേഹം വളരെ പ്രയാസകരമായ ചുറ്റുപാടിലൂടെ ജീവിച്ച വ്യക്തിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, മാ റഅയ്തു ബി മക്കത്ത അഹദൻ, മക്കയിൽ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, അഹ്സന ലിമ്മ, അഴകാർന്ന മുടിയാണ്, വലാ അറഖ ഹുല്ല, അതേപോലെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന, വലാ അൻഅമ നിഅമ, സുഖലോലുപതയെ അങ്ങേയറ്റം എല്ലാ ആഡംബരങ്ങളുമുള്ള ഒരു മനുഷ്യൻ, മിൻ മുസ്അബ് ബിൻ ഉമൈർ, മുസ്അബ് ബിൻ ഉമൈറിനല്ലാതെ മറ്റൊരാളെയും ഞാൻ അറേബ്യയിൽ കണ്ടിട്ടില്ല എന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വാക്കിൽ മുസ്അബിന്റെ ആ സമൂഹത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ധനാഢ്യനായിരുന്നു അദ്ദേഹം. ഒരു വഴിയിലൂടെ നടന്നു പോയാൽ ആ വഴിയിൽ മുസ്അബിനെ കാണാത്ത ആളുകൾ പിന്നീട് ആ വഴിക്ക് കടന്നു വന്നാലും അവരൊക്കെ പറയും, ഈ വഴിയിലൂടെ മുസ്അബ് പോയിട്ടുണ്ടല്ലോ എന്നാണ്. അത് തിരിച്ചറിയുന്നത് അദ്ദേഹം അടിച്ചിരിക്കുന്ന സുഗന്ധം, അദ്ദേഹം പുരട്ടിയിരിക്കുന്ന അത്തറിന്റെ സുഗന്ധം രാവിലെ പുരട്ടിയാൽ വൈകുന്നേരം വരെയും ആ പോയ വഴിയിലൂടെ അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് അഅ്തറു അഹ്ലു മക്ക എന്ന്, അറേബ്യയുടെ മക്കായുടെ പരിമളം എന്ന് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. മുന്തിയ തരം ചെരുപ്പുകൾ അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ ചെരുപ്പുകൾ ധരിക്കും, അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ സുഗന്ധം ഉപയോഗിക്കും, അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ വസ്ത്രം ഉപയോഗിക്കും. രാവിലെ ധരിച്ച വസ്ത്രം അദ്ദേഹം ഉച്ചക്ക് ധരിക്കുകയില്ല. ഉച്ചയ്ക്ക് കണ്ട മുസ്അബിന്റെ രൂപമായിരിക്കില്ല വൈകിട്ടുണ്ടാവുക. ഇങ്ങനെ നിരന്തരം വസ്ത്രം മാറി നടന്നിരുന്ന, ആഡംബരത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന് പറയുന്നത് നല്ല പവറുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ പറയുന്നത് ആ സമൂഹം അംഗീകരിക്കുന്ന അത്രയും ധനത്തിന്റെ പേരിൽ അത്രത്തോളം പിടിവള്ളിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവര് മുസ്അബിനെ ഒരുപാട് മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് മാറി എന്നറിഞ്ഞപ്പോൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തെ 3 വർഷത്തോളമാണ് റൂമിൽ പൂട്ടിയിട്ടത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പിന്നീട് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വീണ്ടും എത്തുന്നത്. ദാറുൽ അർഖമിൽ പോയിക്കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തടവിക്കൊണ്ട് അദ്ദേഹത്തെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. ആ മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സ്വത്ത് നിഷേധിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം പിടിച്ചു വാങ്ങി ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മ ഹുനാസ് അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്, പറഞ്ഞയക്കുകയാണ്. ആ മുസ്അബ് റളിയല്ലാഹു അൻഹു പിന്നീട് അങ്ങേയറ്റത്തെ ദാരിദ്ര്യാവസ്ഥയിലാണ് ജീവിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, വലിയ സമ്പത്തിൽ ജീവിച്ചിരുന്ന, വലിയ നിലയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ കയ്യിലുള്ള സ്വത്തുക്കളെല്ലാം നശിച്ചു പോയാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു അവസ്ഥ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ മനോരോഗികളായി മാറാറുണ്ട്, വളരെയധികം മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്, ഒറ്റപ്പെട്ടതുപോലെ തോന്നാറുണ്ട്, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാറുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അതേ രൂപത്തിൽ വലിയ അവസ്ഥയിൽ ജീവിച്ചൊരു മനുഷ്യൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും സുഅബ് അബീ ത്വാലിബിൽ ബഹിഷ്കൃതരായിട്ട് ഉപരോധമേർപ്പെടുത്തപ്പെട്ട് 40 ദിവസത്തോളം താമസിക്കുമ്പോൾ ആ ബഹിഷ്കൃതരായ 40 ആളുകളിൽ ഒരാള് മുസ്അബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ സന്ദർഭത്തിൽ അവരൊന്നും ഭക്ഷണമുണ്ടായിരുന്നില്ല കഴിക്കാൻ. ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആ ഒരു സന്ദർഭത്തിൽ പച്ചവെള്ളവും പച്ച ഇലയുമായിരുന്നു അവർ ഭക്ഷിച്ചിരുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഭക്ഷണം കഴിക്കാനില്ലാതെ 40 ദിവസം താമസിച്ചു. എന്നിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ പച്ച ഇല ഭക്ഷണമായി കഴിച്ചിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ മണിമണിയായി പരസ്പരം ഒട്ടാത്ത രൂപത്തിലുള്ള മാലിന്യമായിരുന്നു, കാഷ്ടമായിരുന്നു പുറത്തേക്ക് വരാറുണ്ടായിരുന്നത് എന്നെല്ലാം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പ്രയാസകരമായ ചുറ്റുപാടിലൂടെ ജീവിച്ച മുസ്അബ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം വളരെ പ്രയാസകരമായ ചുറ്റുപാടിലൂടെ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് റളിയല്ലാഹു അൻഹു നടന്നു പോയപ്പോൾ ഒരിക്കൽ പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദ റജുൽ, ആ മനുഷ്യരെ നിങ്ങളൊന്ന് നോക്കൂ, അല്ലദീ ഖദ് നവ്വറല്ലാഹു ഖൽബ, അള്ളാഹു അദ്ദേഹത്തിന്റെ കൽബിൽ പ്രകാശം നിറച്ചിരിക്കുന്നു. ലഖദ് റഅയ്തു ബൈന അബവൈ യദൂവാനിഹി ബി അത്വയബു തുആമ വശറാബ്, അദ്ദേഹത്തിന് അവരുടെ മാതാപിതാക്കൾ ഒരുപാട് തിന്നാനും കുടിക്കാനും കൊടുത്ത ഒരു കാലഘട്ടം, ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഫദആഹു ഹുബ്ബുല്ലാഹി വറസൂലിഹി ഇലാ മാ തറൗന, അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമുള്ള ഇഷ്ടം കാരണമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന അവസ്ഥയിലേക്ക് മുസ്അബ് എത്തിയിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കടന്നുപോയപ്പോൾ പറഞ്ഞിരുന്നു. വളരെ സൗമ്യനായ സംസാരം, ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനുള്ള ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രൂപം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രൂപ പ്രകൃതി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഒറ്റനോട്ടത്തിൽ നബിയാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന രൂപത്തിലുള്ള ശരീരമായിരുന്നു അദ്ദേഹത്തിന്. സൗമ്യമായ ഭാഷണമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്ക് അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. അദ്ദേഹം ഓരോ ഗോത്രങ്ങളെയും അതിന്റെ നേതാക്കളെയും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞത് തന്നെ വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ കുറിച്ച് മഹത്വപ്പെടുത്തി പറഞ്ഞു കൊടുക്കണമെന്നാണല്ലോ. അദ്ദേഹം അള്ളാഹുവിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഉസൈർ ബിൻ ഉമൈർ എന്ന് പറയുന്ന അന്നത്തെ ഒരു മുശ്രിക്ക്, അദ്ദേഹം പറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ വന്ന് പറയാൻ പാടില്ല. യസ്രിബ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നതിന് ശേഷം മദീനത്തുൻ നബി എന്നറിയപ്പെടുന്ന മദീന എന്ന പേരിൽ ഇന്ന് നമ്മൾ പറയുന്ന മദീനയാണ് യസ്രിബ് എന്ന പേരിൽ അന്നറിയപ്പെട്ടിരുന്നത്. ആ മദീനയിൽ, ആ യസ്രിബിൽ ഉസൈർ ബിൻ ഉമൈർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സമ്മതിച്ചില്ല, നീ സംസാരിക്കരുത്, നീ ഞങ്ങളുടെ ദൈവങ്ങളെ, ഞങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അതിനെതിരായിക്കൊണ്ടുള്ള സംസാരം വേണ്ട. റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, താങ്കൾ ഒന്ന് കേട്ടു നോക്ക്, താങ്കൾക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു പറയുന്നത് അദ്ദേഹത്തിന്റെ ആ സൗമ്യമായ ശൈലിയിൽ ആകൃഷ്ടനായിക്കൊണ്ട് ഈ പറയുന്ന ഉസൈർ ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ വളരെ സൗമ്യമായിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയിലായിരുന്നു, ഞങ്ങൾ എന്തൊക്കെയോ നീ പറയുമെന്നാണ് കരുതിയത്, പക്ഷേ നീ ഇപ്പോൾ പറഞ്ഞത് എനിക്കെങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? നീ പറഞ്ഞത് യാഥാർത്ഥ്യമാണല്ലോ. അവിടെ വെച്ച് തന്നെ ഉസൈർ ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അതേപോലെ സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ ഉബാദ് എന്ന് പറയുന്ന പ്രഗത്ഭരായ സ്വഹാബികൾ, അന്നത്തെ യസ്രിബിലെ മദീനയിലെ പ്രഗത്ഭരായ ആളുകളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. ഔസ് ഗോത്രത്തിൽ നിന്നും ഖസ്റജ് ഗോത്രത്തിൽ നിന്നുമുള്ള ആളുകളെല്ലാം ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥകളുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യസ്രിബിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നൊരു വാക്കുണ്ട്, യസ്രിബിന്റെ മണ്ണിൽ തൗഹീദ് എത്താത്ത ഒരു ഇടം പോലും അള്ളാഹുവിന്റെ ദൂതരെ ബാക്കിയില്ല എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദൗത്യമേൽപ്പിച്ചിട്ട് ഒരു നാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ആ നാട്ടിൽ പോയിട്ട് അദ്ദേഹം പോകാത്ത, അദ്ദേഹം കാണാത്ത, അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാത്ത ഒരാൾ പോലുമില്ലാത്ത രൂപത്തിൽ യസ്രിബിലെ മദീനയിലെ എല്ലാ ആളുകളിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പിന്നീട് ആ യസ്രിബിലേക്ക് ഹിജ്റ വരാനുള്ള രൂപത്തിൽ ആ മണ്ണിനെ പാകപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ വന്നു. അല്ലാഹു ഏറ്റവും നല്ല ഒരു സ്ഥലമിതാ നമ്മൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി, ഉൾപ്പുളകത്തോടുകൂടി പറഞ്ഞു. ആ രൂപത്തിൽ ത്വലഅൽ ബദ്റു അലൈന എന്ന് പാടി അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് ആ മണ്ണിനെ പാകപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിച്ചത് മുസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന സ്വഹാബിയായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചൊരു വ്യക്തിയാണ്. ബദറിലും ഉഹദിലും
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക വാഹകനായിട്ട് അക്കാലഘട്ടത്തിലൊക്കെ യുദ്ധങ്ങളിൽ പതാക ഉയർത്തിപ്പിടിക്കും. ആ പതാക നിലത്തേക്ക് വീണുപോയാൽ അവർ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. അങ്ങനെ പതാക വഹിക്കാൻ കെൽപ്പുള്ള, അതിന് പറ്റിയ വ്യക്തി കൂടിയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ബദറിലും ഉഹദിലും പതാക വാഹകനായിട്ട് നിയോഗിച്ചത്. ആ ബദറിൽ വിജയനായകനായത് മുസ്അബാണ്. അദ്ദേഹം ആ പതാക വീഴാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകി. പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് നടക്കുന്ന ഉഹദ് യുദ്ധത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് വലിയ പരാജയമുണ്ടായത്, വലിയ പരീക്ഷണമുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ നബിയുടെ തമ്പ് അത് എവിടെയാണ് എന്നുള്ളത് എവിടെയാണ് എന്ന് സ്കെച്ചിട്ടുകൊണ്ട് ശത്രുപക്ഷം മനസ്സിലാക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ ടെന്റ് വളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെടും എന്ന അവസ്ഥ വന്നു. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപ സാദൃശ്യമുള്ള മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഓടി വന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വളഞ്ഞിട്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിക്കൊണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു വരികയാണ്. അവരുമായി അദ്ദേഹം ഏറ്റുമുട്ടുകയാണ്. ഇബ്നു ഖബീഅ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലഅനത്തുല്ലാഹ് അദ്ദേഹം നബിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് എന്ന് ചരിത്രം പറയുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ കാഞ്ഞു വെട്ടുകയാണ്. പതാക തന്റെ കയ്യിലാണ്. പതാക നിലത്ത് പോയാൽ ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ അറ്റ് തൂങ്ങിപ്പോയിരിക്കുന്നു. അദ്ദേഹം ആ പതാക കൈ നിലത്തേക്ക് വീഴുന്നതിന് മുമ്പായിട്ട് ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. ഇബ്നു ഖമീഅയുടെ രണ്ടാമത്തെ വെട്ട് അദ്ദേഹത്തിന്റെ ഇടത്തെ കൈക്കാണ് കിട്ടുന്നത്. രണ്ടാമത്തെ കൈക്കും വെട്ടേറ്റപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പതാക കക്ഷത്തേക്ക് ഇറുക്കിപ്പിടിച്ച് മേലോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ധീരമായി തന്നെ അവിടെ നിലകൊണ്ടു. വീണ്ടും അദ്ദേഹത്തിന്റെ ഇബ്നു ഖമീഅ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിലേക്കാണ് കുത്തുന്നത്. രണ്ട് കയ്യുമില്ലാത്ത മുസ്അബ് റളിയല്ലാഹു അൻഹു മണ്ണിലേക്ക് മുഖം കമിഴ്ന്നുകൊണ്ട് വീണിങ്ങനെ കിടന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഷഹീദാകുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ദറജ നൽകുമാറാവട്ടെ. അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നൽകുമാറാവട്ടെ. തന്റെ കൈക്ക് വെട്ടേറ്റപ്പോൾ പതാക നിലത്ത് പോകാതെ ഇടത്തെ കൈയിലേക്ക് മാറ്റിപ്പിടിച്ചും ആ കൈയും വെട്ടത്തി തൂങ്ങിയപ്പോൾ കക്ഷത്തിലേക്ക് ഇറുക്കിപ്പിടിച്ചും അവസാനം കൈയില്ലാത്ത അവസ്ഥയിൽ മുഖം കുത്തി വീണുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓരോ വെട്ടേക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്, ദൂതൻ മാത്രമാണ്, മുമ്പും പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ വാചകങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു ആയത്തിറക്കിയത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില ഇൻഖലബതും അലാ അൽഖാബികും. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ശത്രുക്കൾ കരുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മരണപ്പെട്ടത് എന്നാണ്. രൂപസാദൃശ്യം കൊണ്ട് തെറ്റിദ്ധരിച്ചു. അവരെങ്ങനെ മുഹമ്മദ് മരണപ്പെട്ടു എന്നിങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ മുസ്ലിം മുസ്ലിങ്ങൾക്ക് വലിയ നിരാശ നേരിട്ടപ്പോൾ അള്ളാഹു അവതരിച്ച ആയത്ത് അദ്ദേഹത്തിന്റെ നാവിലൂടെ വന്ന വാക്കുകൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെ അദ്ദേഹം ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആളുകൾ, ഷഹീദായ ആളുകൾ, രക്തസാക്ഷികളായ ആളുകളുടെ അടുക്കലൂടെ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് കൈകളുമില്ലാതെ മുഖം മണ്ണിലമർത്തിക്കൊണ്ട് ചേതനയറ്റി കിടക്കുന്ന ആ സഹാബിയുടെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ജനാസ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ ആയത്ത് ഓതി, മിനൽ മുഅ്മിനീന റിജാൽ, സത്യവിശ്വാസികളിൽ ചില ആളുകളുണ്ട്, മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട്, സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അല്ലാഹുവുമായുള്ള പ്രതിജ്ഞ
അള്ളാഹുവുമായുള്ള കരാറുകൾ പാലിക്കുന്ന ചില ആളുകൾ, ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, അതേപോലെ തന്നെ അതിനു വേണ്ടി കാത്തിരിക്കുന്ന, അള്ളാഹുവുമായുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലൂ തബ്ദീല വമിൻഹും മൻ യൻദുറു വമാ ബദ്ദലൂ തബ്ദീല, ആ പ്രതിജ്ഞ നിറവേറ്റിയ ആളുകളും രക്തസാക്ഷ്യം കൊതിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ആളുകളുമുണ്ട്. രക്തസാക്ഷിയാവാൻ സന്നദ്ധരായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മരണപ്പെടാൻ, അള്ളാഹുവിന് വേണ്ടി രക്തം നൽകാൻ, അള്ളാഹുവിന് വേണ്ടി ജീവൻ നൽകാൻ സന്നദ്ധരായ ആളുകളും ഉണ്ട്. സത്യവിശ്വാസികളിൽ അള്ളാഹുവുമായി പ്രതിജ്ഞ നിറവേറ്റിയ ആളുകളിൽ പെട്ട മനുഷ്യനാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്, അദ്ദേഹത്തെ സ്വഹാബത്തിന് പരിചയപ്പെടുത്തുകയാണ്. സാധാരണ ഷഹീദാകുന്ന ആളുകൾ ഏത് വസ്ത്രത്തിലാണോ അവർ ഷഹീദായിരിക്കുന്നത് ആ വസ്ത്രത്തിൽ തന്നെയാണ് അവരെ കഫൻ ചെയ്യുക. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന സംഭവമാണ്, കുന്നാ ഇദാ അഗ്തൈനാ ബിഹാ റഅസഹു ഖറജത് റിജ്ലാ, അദ്ദേഹത്തിന്റെ തുണിയഴിച്ച് ആ തുണിയിൽ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആ തുണി ഇങ്ങനെ തലയിലേക്കിടുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗം പുറത്തേക്കാണ്. ഫഇദാ ഖതൈനാഹാ റിജ്ലൈഹി ഖറജ റഅസഹു, ആ തുണി കാലിലേക്ക് വലിച്ചിട്ടാൽ തല പുറത്താണ്. ഈ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉഹദിൽ പങ്കെടുത്തിരുന്നത്. ഒരൊറ്റ വസ്ത്രത്തിൽ, രണ്ടാമതൊരു വസ്ത്രം ധരിക്കാനുള്ള കാശ് അദ്ദേഹത്തിന്റെ കയ്യിലില്ല. നേരത്തെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് മുസ്അബ് റളിയല്ലാഹു അൻഹും വറദു അൻഹു, അദ്ദേഹം ജീവിച്ചത് എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ആ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ അദ്ദേഹം ധരിച്ചിരിക്കുന്ന തുണി തികയുന്നില്ല. അദ്ദേഹം ആ അവസ്ഥയിൽ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇജ്അലൂഹാ മിമ്മാ റഅസ, ആ തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ തലഭാഗം നിങ്ങൾ മറയ്ക്കുക. വജഅലു അലാ റിജ്ലൈഹി മിൻ നബാത്തിൽ ഇദ്ഖർ, നിങ്ങൾ പുല്ലെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് കെട്ടുക. അങ്ങനെ ഒരു ഭാഗം തുണി കൊണ്ടും കാൽഭാഗം പുല്ല് വെച്ചുകൊണ്ടും ഉണങ്ങിയ പുല്ല് വെച്ചുകൊണ്ടുമാണ് ആ മഹാനായ സ്വഹാബിയെ കഫൻ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങി കരഞ്ഞ രംഗങ്ങൾ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നത് 35 വയസ്സ് മാത്രമുള്ളപ്പോഴാണ്. 35 വയസ്സുവരെ മാത്രം ജീവിച്ച ഒരു മനുഷ്യനാണ്. പലപ്പോഴും ഈ മിമ്പറിൽ വെച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച ആളുകളാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വയറിന്റെ ഒരു ഭാഗത്ത് വലിയ ഒരു ഗുഹ പോലെ ഒരു ദ്വാരമുണ്ടായിരുന്നു എന്നാണ്. ശത്രുക്കളുടെ ക്രൂരമായ മർദ്ദനത്തിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് വലിയൊരു കുഴിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് എന്നാണ്. അദ്ദേഹം പിന്നീട് ഒരുപാട് കാലം ജീവിച്ച മനുഷ്യനാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ഷഹീദായതിനു ശേഷം ഞങ്ങൾക്കൊക്കെ ഒരുപാട് സ്വത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാനാവാതെ, ഭൗതിക ജീവിതത്തിലെ ഒന്നും ആസ്വദിക്കാനാവാതെ ഈ ലോകം വിട്ടുപോയ മനുഷ്യനാണ് ഞങ്ങളുടെ പ്രിയ സഹോദരൻ മുസ്അബ് റളിയല്ലാഹു അൻഹു എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. ഇമാം ബൈഹഖി റഹ്മഹുല്ല പറഞ്ഞു, ഖിയാമത്ത് നാളിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മീസാനിൽ ഉണ്ടാവുക മദീനയായിരിക്കും എന്ന്. മദീനക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനും സ്വഹാബത്തിനും ഹിജ്റ വരാൻ, നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ, നിർഭയത്വത്തോടുകൂടി പ്രബോധനം ചെയ്യാൻ പറ്റിയ ഒരു മണ്ണാക്കി മദീനയെ മാറ്റിയ ആ മദീന അദ്ദേഹത്തിന്റെ മീസാനിൽ നന്മയുടെ കനം തൂങ്ങുമ്പോൾ മദീനയായിരിക്കും അദ്ദേഹത്തിന്റെ തുലാസിലുണ്ടാവുക എന്ന് അദ്ദേഹം അനുസ്മരിക്കുകയാണ്. മദീനയിലുണ്ടാകുന്ന എല്ലാ നന്മകളും, അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റ വന്നു, മദീനത്തിൽ മസ്ജിദ് നബവി ഉണ്ടാക്കി, മദീനയിൽ ഇന്നും വലിയ ഇസ്ലാമിക പാരമ്പര്യം നിലനിർത്തുന്നു.
അവിടെയുണ്ടാകുന്ന എല്ലാ നന്മകളും, അവിടെ ഓരോ മനുഷ്യൻ ചെയ്യുന്ന നന്മകളും, ആ നന്മകളുടെയൊക്കെ പ്രതിഫലം അവിടെ മണ്ണ് പാകപ്പെടുത്തിയ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനുണ്ടാകുമെന്നാണ്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു ഇതാ വിലക്ക് വാങ്ങിയിരിക്കുന്നു, പകരമായി വാങ്ങിയിരിക്കുന്നു സത്യവിശ്വാസികളോട് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗമുണ്ട് എന്നതിന് പകരമായിട്ട്, അള്ളാഹു സ്വർഗം നൽകുന്നതിന് പകരമായിട്ട് ദുനിയാവിലുള്ള സകലതും ജീവനും പകരമെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സ്വഹാബിയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യ ഹംന റളിയല്ലാഹു അൻഹ, അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു, സൈനബ് എന്ന് പറയുന്ന ഒരു മകളായിരുന്നു ഉണ്ടായിരുന്നത്. 35 വയസ്സോളം മാത്രം ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ ആദർശത്തിന് വേണ്ടി തന്റെ സ്വത്ത്, തന്റെ കുടുംബ സ്വത്തുക്കൾ ഒന്നും വേണ്ട എന്ന് വെച്ച, ദുനിയാവിലെ എല്ലാം അനുഭവിക്കാമായിരുന്നിട്ടും എല്ലാം ഉപേക്ഷിച്ച മനുഷ്യൻ. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഒരു പള്ളിക്ക് വേണ്ടിയിട്ട്, ഒരു മദ്രസക്ക് വേണ്ടിയിട്ട്, ഒരു പ്രയാസപ്പെടുന്നവന്റെ കാര്യം പറഞ്ഞിട്ട്, ഒരു നന്മക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വതക്ക ചെയ്യാൻ പറയുമ്പോൾ മടിക്കുന്ന ആളുകളാണ് നമ്മൾ. തീർന്നു പോകുമോ എന്ന് വിചാരിക്കുന്നവരാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് അവസാനം ഒരൊറ്റ തുണിയിൽ അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് ബിഅന്ന ലഹുമുൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗമുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് മുസ്അബ് ഇങ്ങനെ ഇറങ്ങി വന്നു. അദ്ദേഹം നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുത്ത് സമയമായിട്ടും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിഭവങ്ങളൊക്കെ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്പത്തുള്ള മനുഷ്യനായിരുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, നോമ്പ് തുറക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, എന്താണ് നോമ്പ് തുറക്കാത്തത്, ബാങ്ക് കൊടുത്തല്ലോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, മുസ്അബിനെ ഓർത്തുപോയതാണ്. ഖുത്തില മുസ്അബ് ഷഹീദായി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു. ബഹുവ ഖൈറും മിന്നി, അദ്ദേഹം വലിയ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നു. ഉഅ്തീനാ മിനദ്ദുനിയാ മാ ഉഅ്തീനാ, അദ്ദേഹത്തിന് കിട്ടാത്തതൊക്കെ നമ്മൾക്ക് ഒരുപാട് കിട്ടി. അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്ര പോയി. വഖദ് ഖശീന അൻ തകൂന ഹസനാതുന ഉജ്ജിലത് ലനാ, അല്ലാഹു നമ്മൾക്ക് ഇങ്ങനെ ഒരുപാട് തന്നത് ദുനിയാവിൽ ഇങ്ങനെ തീർത്തും തന്നിട്ട് പരലോകം അല്ലാഹു തരാതിരിക്കാൻ വേണ്ടിയാണോ എന്ന് എനിക്ക് ഭയം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കരയുകയാണ്. അദ്ദേഹം നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയി എന്നാണ്. ഭക്ഷണം കാണുമ്പോ നമ്മൾക്കൊക്കെ അത്യാർത്ഥിയാണ്. കഴിഞ്ഞ പെരുന്നാൾ ഖുതുബയിൽ നമ്മുടെ സഹോദരങ്ങൾ കൊന്നൊടുക്കുന്ന ഗസയിലെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങളെ കൊന്നൊടുക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അവരുടെ ഭക്ഷണം വരുന്നുണ്ട്. കഴിക്കരുത്, നമ്മുടെ നാട്ടിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ഉളുഹിയത്തിറക്കാൻ പോയി അവിടെ ഇരുന്നിട്ട് അവരുടെ പെപ്സി കുടിക്കുകയാണ്. അത് മുന്നിൽ കാണുമ്പോ നമ്മളത് മറന്നു പോകുന്നു. ഒരു ഭക്ഷണം കാണുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകുന്നു നമ്മുടെ സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത രാജ്യം, നമ്മുടെ ശത്രു രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാനിൽ നിന്നും അവിടുത്തെ സൈനിക മേധാവിയെ അമേരിക്ക വിളിപ്പിച്ചു. അവിടേക്ക് പാകിസ്ഥാനിൽ അവർക്ക് സൈനിക താവളം കൊടുക്കാൻ വേണ്ടിയാണ്. സൈനിക താവളം കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കക്കും ഇസ്രായേലിനും അടുത്തുള്ള രാജ്യങ്ങളിലെ ആക്രമിക്കാൻ പറ്റും. ഇറാനിലേക്ക് ആക്രമിക്കാൻ പറ്റുന്നത്, ലോകരാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താൻ പറ്റുന്നത്, വിവിധ രാജ്യങ്ങളിൽ അവരുടെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സ്വന്തം രാജ്യത്തുള്ള സൈനിക താവളങ്ങളിൽ ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് പോലും കയറാൻ പറ്റാത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇറാൻ മിസൈൽ വിടുമ്പോൾ മണിക്കൂറുകളോളം ആകാശത്തിലൂടെ സഞ്ചരിച്ച് വേണം ഇസ്രായേലിലേക്ക് മിസൈൽ വിടാൻ. എന്നാൽ അമേരിക്കക്കും ഇസ്രായേലിനുമെല്ലാം പല രാജ്യങ്ങളിലും സൈനിക താവളങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റും. ഈ ഒരു അവസ്ഥ ഇവിടെയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, ഇന്ത്യയിലും ചൈനയിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ അവർക്കും വേണം ഒരു താവളം. അതിനു വേണ്ടി വന്നാൽ ഇപ്പോഴുള്ള ഭരണാധികാരികളെ അട്ടിമറച്ചിട്ട് സൈനിക മേധാവിയെ അവിടുത്തെ പ്രസിഡന്റാക്കാനുള്ള സംവിധാനങ്ങളുമെല്ലാം ചർച്ചയിൽ വന്നിട്ടുണ്ടാകും. ഞാൻ സൂചിപ്പിക്കുന്നത്, മുസ്ലിമായി കൊണ്ട് ജീവിക്കാൻ വളരെ പ്രയാസകരമായ ചുറ്റുപാടുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. വമാ നഖമൂ മിൻഹും ഇല്ലാ അയുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. നമ്മളൊക്കെ ഓതുന്ന ആയത്താണ്. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ കൊള്ളാത്തവരാകുന്നത്. സ്തുത്യർഹനായ പ്രതാപശാലിയായ
അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണ് കൊള്ളാത്തവരാകുന്നത്. ആ കൊള്ളരുതായ്മകൾ ഇസ്ലാമിനെ തകർക്കാനുള്ള ആളുകൾക്ക് കൂട്ടുപിടിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാതിരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണ്, ദീന് പറഞ്ഞതിന്റെ പേരിലാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം പിൻപറ്റാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചൊരിയുമാറാവട്ടെ.